നമസ്കാരം. വാരാന്ത്യത്തിലേക്ക് സ്വാഗതം. ഉമ്മൻ സർക്കാരിൻ്റെ മദ്യനയത്തെക്കുറിച്ചുള്ള പുകലും പുക്കാറും ഈ ആഴ്ചയും തുടർന്നു. ഹൈക്കോടതിയിൽ അങ്കത്തട്ട് ഉയർന്നു കഴിഞ്ഞു. ബാറുകാരും സർക്കാരും ഓതിരം കടകം വെട്ടുന്നതിനിടെ മദ്യനയത്തിൻ്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് VM സുധീരൻ അത്യുജ്വലമായ ഒരു ലേഖനം എഴുതി എല്ലാ പത്രം ഓഫീസിലേക്കും കൊടുത്തയച്ചു. മാതൃഭൂമി മുതൽ സിറാജ് വരെയുള്ള പത്രങ്ങൾ എഡിറ്റ് പേജിൽ വലിയ പ്രാധാന്യത്തോടെ അത് അച്ചടിക്കുകയും ചെയ്തു. പുതിയ മദ്യനയത്തോട് തീരെ മതിപ്പില്ലാത്ത കേരള കൗമുദി പോലും സുധീര വിരചിത ലേഖനം പ്രസിദ്ധീകരിക്കാതിരുന്നില്ല. എന്നാൽ മദ്യനയത്തിൻ്റെ മുഖ്യ വക്താക്കളായ മലയാള മനോരമയും ദീപികയും അത് തമസ്കരിച്ചു. കുഞ്ഞുഞ്ഞിൻ്റെ കുഞ്ഞു മനസ്സ് വേദനിക്കേണ്ട എന്ന് കരുതിയിട്ടാവും മനോരമ സുധീരൻ്റെ ലേഖനം കോട്ടയിലിട്ടത്. ദീപിക പത്രത്തിന് എന്തു പറ്റിയെന്ന് പത്രാധിപരച്ചനും പടച്ചവനും മാത്രം അറിയാം. SNDPയും NSSും മദ്യനയത്തെ പരിഹസിക്കുമ്പോഴും നമ്പൂതിരി യോഗക്ഷേമ സഭ VM സുധീരൻ്റെ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ചു. പാട്ടവും മിച്ചവാരവും ഇല്ലാതായെങ്കിലും നമ്പൂരാരുടെ ഫലിത സാമർഥ്യത്തിന് മങ്ങലേറ്റിട്ടില്ല. സുധീരൻ ജി എന്തു തന്നെ പറഞ്ഞാലും ഈ മദ്യനിരോധനം ഇന്നാട്ടിൽ നടപ്പാകുകയില്ല എന്ന് വെള്ളാപ്പള്ളി നടേശനേക്കാൾ തറപ്പിച്ചു പറയുന്ന ഒരേ ഒരാളെ ഭൂമി മലയാളത്തിലുള്ളൂ. അത് തൊഴിൽ മന്ത്രിയും വിപ്ലവ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവുമായ സഖാവ് ഷിബു ബേബി ജോണാണ്. തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വാട്ടീസ് പ്രസ്ഥാനക്കാരനല്ല ഷിബു. മദ്യത്തോടുള്ള ആസക്തിയല്ല, മദ്യ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന പാവപ്പെട്ട തൊഴിലാളി സഖാക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് മന്ത്രിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്. പാർട്ടിക്കാരും സമുദായ അംഗങ്ങളും ആരും ബാറ് നടത്തുന്നില്ല എന്ന ധൈര്യത്തിലാണ് മുസ്ലിം ലീഗ് മദ്യനയത്തെ അനുകൂലിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അവർക്കും ചില്ലറ അക്കിടി പറ്റി. യുവ മുസ്ലിം ലീഗ് നേതാവും മരാമത്ത് മന്ത്രിയുടെ ജ്യേഷ്ഠൻ്റെ മകനുമായ ഹാരിസ് ബീരാൻ ബാറുകാർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായി. യൂത്ത് ലീഗുകാർ തന്നെയായ ചില ഹിമാറുകൾ അത് കുത്തിപ്പൊക്കി വിവാദമാക്കി. ലീഗിനെ നാറ്റിക്കണം എന്ന് നിർബന്ധമുള്ള ചില മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചു. മാധ്യമം, വർത്തമാനം മുതലായ പത്രങ്ങൾക്കായിരുന്നു വലിയ ആവേശം. ലീഗിനോട് തീരെ താല്പര്യമില്ലെങ്കിലും തേജസ് പത്രം ആ വാർത്ത മുക്കി. കൈവെട്ട്, കാൽവെട്ട്, കഴുത്തുവെട്ട് കേസുകളിൽ NDFകാർക്ക് വേണ്ടി വക്കാലത്ത് കൊടുക്കുന്നയാളാണ് ഹാരിസ് ബീരാൻ എന്നത് തന്നെ കാരണം. മദ്യനയത്തോടുള്ള പാർട്ടിയുടെ എതിർപ്പും ഹാരിസ് ബീരാൻ്റെ വക്കാലത്തും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് നിയമവിശാരദന്മാരായ മായിൻ ഹാജിയും അബ്ദുറഹിമാൻ രണ്ടത്താണിയും ചാനലുകൾ തോറും നടന്ന് വാദിച്ചെങ്കിലും ക്ലച്ച് പിടിച്ചില്ല. പാണക്കാട് ഹൈദരലി തങ്ങൾ ഹാരിസ് ബീരാനോട് വിശദീകരണം ചോദിച്ചു. തൊഴിൽപരമായ സ്വാതന്ത്ര്യം മുതലായ നമ്പറുകളൊന്നും ഇറക്കാതെ ഹാരിസ് ബാറുകാരുടെ വക്കാലത്തൊഴിഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ അത്യധ്വാനം ചെയ്ത് 10 പുത്തനുണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ ഈ മൂത്ത ലീഗുകാരും യൂത്ത് ലീഗുകാരും കൂടി അത് മുടക്കും. മദ്യവിൽപ്പനയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതുകൊണ്ട് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ PSC വഴി ആരെയും നിയമിക്കുന്നതല്ല എന്നൊരു വാർത്ത പ്രമുഖ പത്രങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. അത് വായിച്ച് DYFIക്കാരും AIYFകാരും യുവമോർച്ചക്കാരും മാത്രമല്ല യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും വരെ ചൂടായി. മദ്യമുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി മാണി സാർ ഫൗൾ കളിക്കുന്നതായി ആരോപണം ഉയർന്നു. നിയമന നിരോധനത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞ് മാണി തടിയൂരി. വെള്ളമടിയിൽ നിന്നുള്ള വരുമാന നഷ്ടം ലഘൂകരിക്കാൻ ഉമ്മൻജി മറ്റൊരു മാർഗം കണ്ടുപിടിച്ചു. വെള്ളക്കരം കുത്തനെ കൂട്ടി. കൂട്ടത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഭൂനികുതിയും കൂട്ടി. ദോഷം പറയരുതല്ലോ, വിദേശ മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും ഡ്യൂട്ടിയും കൂട്ടിയിട്ടുണ്ട്. തെങ്ങിൻ കള്ളിനും കാജ ബീഡിക്കും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വെറുതെ വിട്ടു. ഉമ്മൻ സർക്കാരിൻ്റെ ഈ ജനക്ഷേമ നടപടിയെ അർഹിക്കുന്ന രീതിയിൽ അഭിനന്ദിക്കാൻ മാധ്യമ സിൻഡിക്കേറ്റുകാർ കൂട്ടാക്കിയില്ല. സർക്കാർ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന മട്ടിലാണ് ദീപികയും മനോരമയും വരെ വാർത്ത കൊടുത്തത്. വെള്ളം കുടിപ്പിക്കും എന്നായിരുന്നു മാധ്യമത്തിലെ മത്തങ്ങ. ഞെരിച്ചു കൊല്ലുന്നു എന്ന് ദേശാഭിമാനി. നികുതി കത്തിക്കയറി ഭ്രമണപഥത്തിലേക്ക് എന്ന തലവാചകം എഴുതിക്കൊണ്ട് കുഞ്ഞുഞ്ഞിൻ്റെ സ്വന്തം മനോരമ മാധ്യമത്തെയും ദേശാഭിമാനിയെയും വരെ അതിവേഗം ബഹുദൂരം പിന്നിലാക്കി. ഇതിനാണ് കോട്ടയം അച്ചായന്മാർ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. പിറ്റേ ദിവസം നികുതി വർധനയെ മുച്ചൂടും എതിർത്തുകൊണ്ട് പത്രങ്ങൾ എഡിറ്റോറിയൽ അടിച്ചുവിട്ടു. മാധ്യമവും സിറാജും വർത്തമാനവും മംഗളവും കേരള കൗമുദിയും ഒന്നിനൊന്ന് മികച്ച മുഖപ്രസംഗങ്ങൾ പാസാക്കി. മലയാള മനോരമയും അടിച്ചു നിന്നില്ല. എന്നാൽ ഏറ്റവും മിതത്വം പാലിച്ചത് സത്യ, സമത്വ, സ്വാതന്ത്ര്യങ്ങളുടെ പതാകവാഹകരായ മാതൃഭൂമി പത്രമാണ്. വെള്ളത്തിൻ്റെയും മദ്യത്തിൻ്റെയും വില കൂട്ടിയതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി തീരുകയില്ല. ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി മന്ത്രിമാർ വരുന്ന മാർച്ച് വരെ ശമ്പളം 20% കണ്ട് കുറയ്ക്കാൻ തീരുമാനിച്ചു. ആർഭാടത്തിനോ ധൂർത്തിനോ ഒരു കുറവും വരുത്തുന്നില്ല. അടൂർ പ്രകാശും ഷിബു ബേബി ജോണും വിദേശയാത്രകൾ പതിവ് പോലെ തുടരും. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഡീസലിനും പെട്രോളിനും സെസ് ഏർപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു.
അതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയർന്നുയർന്ന് മാനം മുട്ടും. മദ്യനിരോധനം അല്പസ്വല്പം പണച്ചെലവുള്ള കാര്യമാണെന്ന് മണ്ണാറപ്രായി അച്ഛൻ പോലും അതോടെ തിരിച്ചറിയും. ഉമ്മൻചാണ്ടിയെപ്പറ്റി എം വി ജയരാജൻ പറഞ്ഞ അഭിപ്രായം തന്നെ 3.5 കോടി മലയാളികളും ആവർത്തിക്കും. എന്നാൽ മദ്യനയവും സാമ്പത്തിക പ്രതിസന്ധിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗം ഇന്നാട്ടിലുണ്ട്. മുസ്ലിം ലീഗുകാരാണ് അവരുടെ മുന്നണിയിലുള്ളത്. വള്ളിക്കുന്ന് MLAയും ബുദ്ധിജീവിയുമായ അഡ്വക്കേറ്റ് KNA ഖാദർ നിലപാട് വിശദീകരിച്ചുകൊണ്ട് കാന്തപുരം ഗ്രൂപ്പിൻ്റെ സിറാജ് പത്രത്തിൽ വലിയൊരു ലേഖനം തന്നെ പാസാക്കി. നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന UDF സർക്കാരിനെതിരെ മാർക്സിസ്റ്റുകാർ ഒരു ഹർത്താൽ നടത്തും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. ഏത് രീതിയിൽ പ്രതിഷേധിക്കണമെന്ന് LDF കൂടി ആലോചിച്ചിട്ട് പിന്നീട് തീരുമാനിക്കും. വർദ്ധിച്ച ഭൂനികുതിയും വെള്ളക്കരവും കൊടുക്കരുതെന്ന് സഖാവ് പിണറായി വിജയൻ പാർട്ടി മെമ്പർമാരോടും അനുഭാവികളോടും ആഹ്വാനം ചെയ്തു. ഗാന്ധിജിയുടെ സമരരീതിയാണ് CPM ഇനി പിന്തുടരാൻ പോകുന്നത്. ദണ്ഡി മാർച്ചിൻ്റെ മാതൃകയിൽ ഒരു തെണ്ടി മാർച്ച് കൂടി സംഘടിപ്പിച്ചാൽ ഒന്നാം തരമാകും. സഖാവ് C ദിവാകരൻ്റെ കാര്യം തീരുമാനമായി. CDയെ നാഷണൽ എക്സിക്യൂട്ടീവിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചു. നാഷണൽ കൗൺസിൽ ഇക്കാര്യത്തിൽ ഔപചാരികമായ ഒരു തീരുമാനം കൂടിയേ കൈക്കൊള്ളേണ്ടതായിട്ടുള്ളൂ. ഇടതുപക്ഷ ഭരണം അവസാനിച്ച അന്നു മുതൽ KP രാജേന്ദ്രൻ KSRTC ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ ദിവാകരൻ ഇപ്പോഴും ഗൺമാനെ കൂടെ കൊണ്ടു നടക്കുന്നതായി ചില കുബുദ്ധികൾ കണ്ടുപിടിച്ചു. പാർട്ടി വേദികളിൽ അത് ഉന്നയിച്ചു. കോൺഗ്രസിൽ നിന്നോ BJPയിൽ നിന്നോ മുസ്ലിം ലീഗിൽ നിന്നോ അദ്ദേഹത്തിന് ഭീഷണി ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ വല്ല കടുങ്കയും ചെയ്താലോ എന്നാണ് സഖാവിൻ്റെ പേടി. കതിരൂർ മനോജ് വധക്കേസിൽ അന്വേഷണം തട്ടിമുട്ടി മുന്നോട്ട് പോകുന്നു. കേസിൻ്റെ അന്വേഷണം CBI ഏൽപ്പിക്കാൻ തീരുമാനിച്ചതിൽ തെറ്റില്ലെന്ന് പുന്നപ്പുറ സമരനായകൻ തികച്ചും നിർദോഷമായ ഒരഭിപ്രായം പാസാക്കി. പിണറായി വിജയനും 1/4 ഡസൻ ജയരാജന്മാരും അത് കേട്ട് കടപ്പല്ലി ഞെരിച്ചു. തിരിച്ചൊന്നും പറഞ്ഞില്ല. അതിനിടെ 2 പ്രതികളെ കൂടി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല. പ്രതികളെ ഒളിപ്പിച്ചവരും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയവരും ഒക്കെയാണ് പിടിയിലായത്. അവർക്കെല്ലാമെതിരെ UAPA ചുമത്തി ജാമ്യം കൊടുക്കാതെ ജയിലടച്ചു. വേറെയും പല നേതാക്കളും ഉടൻ കുടുങ്ങും എന്ന് കിംവദന്തി പറഞ്ഞു. ഉമ്മൻ സർക്കാരിൻ്റെ ഈ മർദ്ദക ഭരണം കണ്ണൂർ സഖാക്കളെ ക്രുദ്ധരാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാർക്സിസ്റ്റ് വിരുദ്ധ അപസ്മാരമാണെന്ന് ഡോക്ടർ EP ജയരാജൻ ഡയഗ്നോസ് ചെയ്തു. വാമൊഴി വഴക്കത്തിൽ EP ജയരാജൻ്റെ മൂത്ത ഏട്ടനാണ് സഖാവ് MV ജയരാജൻ. ഉമ്മൻചാണ്ടി വെറും നാറിയല്ല പരനാറിയാണെന്ന് സഖാവ് കാസർകോട്ടെ ഒരു പൊതുചടങ്ങിൽ മൈക്ക് വെച്ച് പ്രസംഗിച്ചു. പ്രസംഗം വിവാദമായപ്പോൾ ജയരാജന് വീണ്ടും വിചാരമുണ്ടായി. മുഖ്യമന്ത്രിയല്ല, അദ്ദേഹത്തിൻ്റെ അഴിമതിയെയാണ് താൻ എതിർത്തതെന്ന് വിശദീകരിച്ചു. പരനാറി എന്ന് വിളിച്ചതുകൊണ്ട് ഏതെങ്കിലും പരമനാറികൾക്ക് മനപ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് തടി കഴിച്ചിലാക്കി. ഇതാണ് പിണറായി വിജയനും MV ജയരാജനും തമ്മിലുള്ള വ്യത്യാസം. വിജയേട്ടൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും. ജയരാജേട്ടൻ കോഴി കൂവും മുമ്പ് ഒന്നുകിൽ മൊഴി തിരുത്തും, അല്ലെങ്കിൽ ശബ്ദതാരാവലി നോക്കി പറഞ്ഞതിൻ്റെ അർത്ഥം മാറ്റി പറയും. ക്രൈംബ്രാഞ്ചിൻ്റെ അലംഭാവവും CBI വരാനുള്ള കാലതാമസവും BJPക്കാരെ ക്രുദ്ധരാക്കി. മനുഷ്യൻ്റെ ക്ഷമയ്ക്കും ഒരതിരുണ്ട്. CPMകാർക്ക് തിരിച്ചടി നൽകാൻ ഒരു നിമിഷം മതി എന്ന് സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ വലിയ വായിൽ പ്രഖ്യാപിച്ചു. BJP കലാപത്തിന് ആഹ്വാനം നൽകുകയാണെന്ന് പിണറായി വിജയൻ മാത്രമല്ല VS അച്യുതാനന്ദൻ പോലും ആരോപിച്ചു. മുരളീധരൻ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. വാമൊഴി വഴക്കം മാർക്സിസ്റ്റുകാരുടെ മാത്രം കുത്തകയല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. 3.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം VS അച്യുതാനന്ദൻ കണ്ണൂർ സന്ദർശിച്ചു. ആറളം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയനെ പേടിച്ച് പാർട്ടി നേതാക്കൾ ആരും VSനെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ല. എന്നാൽ യോഗ സ്ഥലത്ത് മെമ്പർമാരും അനുഭാവികളും സഖാവിനെ ആവേശപൂർവ്വം വരവേറ്റു. കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം ആവർത്തിച്ചു. ഇനി 1.25 കൊല്ലം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ഇതേ നേതാക്കൾ VSനെ കണ്ണൂർക്ക് ആവേശപൂർവ്വം വരവേൽക്കും. അദ്ദേഹത്തിൻ്റെ പടമുള്ള ഫ്ലെക്സ് ബോർഡ് വെച്ച് വോട്ട് പിടിക്കും. എറണാകുളത്തിനടുത്ത് ചേരാനെല്ലൂരിൽ വീട്ടുവേലക്കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കഠിനമായി മർദ്ദിച്ച കാര്യം കഴിഞ്ഞ ആഴ്ച ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു. വാർത്തയറിഞ്ഞ് സാക്ഷാൽ VS അച്യുതാനന്ദൻ ജനറൽ ആശുപത്രി സന്ദർശിച്ചു. മർദ്ദനമേറ്റ യുവതിയെ സാന്ത്വനിപ്പിച്ചു. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതോടെ സംഗതി സീരിയസായി. ആഭ്യന്തരമന്ത്രി നിദ്രയിൽ നിന്നുണർന്ന് അന്വേഷണം എറണാകുളം റേഞ്ച് IGയെ ഏൽപ്പിച്ചു. പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയും സന്ദർഭത്തിനൊത്ത് ഉയർന്നു. ഇൻസ്പെക്ടർ ഏമാനെ ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്തു. അത്രയുമായപ്പോൾ ബിന്ദു കൃഷ്ണ യുവതിയെ സന്ദർശിച്ചു. പൂവിന് പിന്നാലെ സുഗന്ധം എന്ന് പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയും സന്ദർശിച്ചു. രമേശിൻ്റെ വാലായി ഹൈബി ഈഡൻ MLAയും ഉണ്ടായിരുന്നു. കുറ്റവാളികളെ വെറുതെ വിടില്ലെന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചു. അന്വേഷണ വിധേയമായി സബ് ഇൻസ്പെക്ടറെയും 2 സിവിൽ പോലീസുകാരെയും ഉടനടി സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തരമന്ത്രിയേക്കാൾ പ്രതാപശാലിയാണ് എറണാകുളത്തെ
പോലീസ് കമ്മീഷണർ KG ജെയിംസ്. പോലീസുകാരെ രക്ഷിച്ചേ തീരൂ എന്ന അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. മർദ്ദനം കൊണ്ടല്ല, 9 കൊല്ലം മുമ്പ് അരിച്ചാക്ക് വീണിട്ടാണ് യുവതിയുടെ നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നു. പരാതിക്കാരിയെ മെഡിക്കൽ ബോർഡിനെ കൊണ്ട് പരിശോധിപ്പിക്കാനാണ് പരിപാടി. സബ് ഇൻസ്പെക്ടറെയും പോലീസുകാരെയും വൈകാതെ തിരിച്ചെടുക്കും. കമ്മീഷണർക്ക് വിശിഷ്ട സേവാ മെഡലും ലഭിക്കും. ചെന്നിത്തല പോലീസിൻ്റെ ഓപ്പറേഷൻ കുബേര വൻ വിജയമായി പരിണമിച്ചു. ബ്ലേഡ് കമ്പനിക്കാരെക്കുറിച്ച് ഇപ്പോൾ കേൾക്കാൻ കൂടിയില്ല. പാലക്കാട്ട് ഒരു വൃദ്ധയും 2 ആൺമക്കളും പലിശക്കാരൻ്റെ ഭീഷണി നിമിത്തം ജീവനൊടുക്കി. മന്ത്രിയുടെയും പോലീസിൻ്റെയും തൊപ്പിയിൽ ഓരോ തുവൽ കൂടി ചാർത്തിയേ മതിയാവും. BJPക്കാരുടെ ഹർത്താൽ മൂലം മാറ്റിവെക്കേണ്ടി വന്ന പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടനം സമങ്കളം നടന്നു. പട്ടികജാതി ക്ഷേമ വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പാലക്കാട്ട് സർക്കാർ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. പാലക്കാട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയതുകൊണ്ട് പട്ടികജാതിക്കാർക്ക് എന്താണ് പുണ്യം എന്ന് ചോദിക്കരുത്. സർക്കാരിൻ്റെ പരസ്യത്തിലും ഫ്ലക്സ് ബോർഡുകളിലും മുഖ്യമന്ത്രിക്കൊപ്പം പട്ടികജാതി മന്ത്രിയുടെ ചിത്രവും ഉണ്ടായിരുന്നു. വീക്ഷണം പത്രം അയ്യങ്കാളിയുടെ സ്വപ്നം സഫലീകൃതമായി എന്ന് സമർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി എഴുതിയ ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പാവം അയ്യങ്കാളി. മുതിർന്ന പത്രപ്രവർത്തകൻ G. വേണുഗോപാൽ നിര്യാതനായി. വളരെ കാലം മംഗളം പത്രത്തിൽ മുഖപ്രസംഗം എഴുതിയ ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് മംഗളം ഒരു മുഖപ്രസംഗം എഴുതും എന്നാണ് കരുതിയത്. എങ്കിലും അതുണ്ടായില്ല. യുവ കഥാകൃത്തും മാതൃഭൂമി ചീഫ് സബ് എഡിറ്ററുമായിരുന്ന KV അനൂപ് അന്തരിച്ചു. അനൂപിൻ്റെയും വേണുജിയുടെയും ഓർമ്മയ്ക്ക് മുന്നിൽ വാരാന്ത്യത്തിൻ്റെ ആദരാഞ്ജലികൾ. മണ്ടോലിൻ വാദകൻ U. ശ്രീനിവാസ് ദിവംഗതനായി. കർണാടക സംഗീതത്തിൽ മണ്ടോലിന് സ്ഥാനം നേടിക്കൊടുത്ത ശ്രീനിവാസ് ഒരു കൗമാര പ്രതിഭയായാണ് അരങ്ങ് കീഴടക്കിയത്. നന്നേ ചെറുപ്രായത്തിൽ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഒരുപാട് കലാകാരന്മാരെ അപഹരിച്ച കരൾ രോഗമാണ് ശ്രീനിവാസിനെയും കൂട്ടിക്കൊണ്ടുപോയത്. 1969 ആരംഭിച്ച് 84 അസ്തമിച്ച മലയാള നാടക വാരികയുടെ കഥയാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ കവർ സ്റ്റോറി. മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയും പമ്മൻ്റെ ഭ്രാന്തും OV വിജയൻ്റെ ധർമ്മപുരാണവും M. കൃഷ്ണനായരുടെ സാഹിത്യ വാരഫലവുമൊക്കെ ആദ്യം പ്രസിദ്ധീകരിച്ചത് മലയാള നാട്ടിലാണ്. കലയെയും കലാകാരന്മാരെയും അതിരറ്റ് സ്നേഹിച്ച വാരികയുടെ ഉടമസ്ഥൻ അജിരണ കടം കയറി അകാലത്തിൽ അന്തരിച്ചു എന്നാണ് ചരിത്രം. അല്പം വൈകിയാണെങ്കിലും UR അനന്തമൂർത്തിയുടെ മഹത്വം ചന്ദ്രിക ആഴ്ചപ്പതിപ്പും അംഗീകരിച്ചു. കുറച്ചധികം പേജുകൾ വാരിക അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെച്ചു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ നാട് വിട്ടുപോകും എന്ന് പറഞ്ഞ പാതകത്തിനാണ് ഇന്നാട്ടിലെ സകല വാരികകളും പാവം അനന്തമൂർത്തിയുടെ ആത്മാവിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടി 3 റോളിൽ അഭിനയിച്ച പാലേരി മണിക്കത്തിന് ശേഷം TP രാജീവൻ്റെ KTN കോട്ടൂർ എന്ന നോവലിനെ ആസ്പദമാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഞാൻ എന്ന സിനിമ തിയേറ്ററുകളിലെത്തി. മെഗാസ്റ്റാറിൻ്റെ മകനാണ് നായകനായി അഭിനയിക്കുന്നത്. 3 റോളില്ല, വെറും 1 റോൾ മാത്രം. അതെങ്കിലും പയ്യൻ നന്നായിട്ട് അഭിനയിച്ചാൽ മതിയായിരുന്നു. സംസ്ഥാനത്തെ മുസ്ലിം പത്രങ്ങൾ സിനിമ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാറില്ല. മമ്മൂക്കയോ മകനോ അഭിനയിച്ച പടമാണെങ്കിൽ പോലും അതിന് മാറ്റമില്ല. ആ പോരായ്മ പരിഹരിക്കാൻ സകല യുനാനി, ഹോമിയോ, ആയുർവേദ മരുന്നുകളുടെയും പരസ്യം അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കറുത്ത തൊലി വെളുക്കാനും നരച്ച തല കറുക്കാനും ശരീരത്തിലെ ചില അവയവങ്ങൾക്ക് നീളവും കരുത്തും വർദ്ധിപ്പിക്കാനുമുള്ള പരസ്യങ്ങൾ കൊണ്ട് സിറാജും തേജസ്സും വർത്തമാനവും ഒരുപോലെ സമ്പന്നമാണ്. മാധ്യമവും ചന്ദ്രികയും കൂടി ഇത്തരം പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പക്ഷം സംസ്ഥാനത്തെ മൊത്തം മുസ്ലിങ്ങളും സുന്ദരികളും സുന്ദരന്മാരുമായി മാറും. രാജ്യത്തെ പ്രധാന മുതലാളിമാരുടെ പുതുക്കിയ പട്ടിക പുറത്തു വന്നു. മുകേഷ് അംബാനി 1ാം സ്ഥാനം നിലനിർത്തി. വെറും 1,65,000 കോടി രൂപയാണ് മുതലാളിയുടെ ആസ്തി. നരേന്ദ്രമോദിയുടെ അടുപ്പക്കാരനായ ഗൗതം അദാനി 10ാം സ്ഥാനത്തെത്തി. അനിൽ അംബാനി 11ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. മോഡിയുടെ ഭരണം അവസാനിക്കുമ്പോഴേക്കും അദാനി 1ാം സ്ഥാനത്തെത്തും എന്നുറപ്പാണ്. മലയാളികളായ മുതലാളിമാരിൽ യൂസഫ് അലി 1ാം സ്ഥാനത്ത് തുടരുന്നു. രവിപിള്ളയും സണ്ണി വർക്കിയും കല്യാണരാമനും ജോയ് ആലുക്കയും ജോർജ് മുത്തൂറ്റുമൊക്കെ പിന്നാലെയുണ്ട്. എല്ലാ മുതലാളിമാരും കൂടുതൽ സമ്പന്നരാകട്ടെ, എല്ലാ ഇരപ്പാളികളും തെണ്ടട്ടെ എന്നാണ് വാരാന്ത്യത്തിൻ്റെ ആശംസ. ചൈനീസ് പ്രസിഡന്റ് സഖാവ് ഷീ ജിങ് പിങ് ഇന്ത്യ സന്ദർശിച്ചു. 13 കരാറുകളിൽ ഒപ്പിട്ടു. ചൈനീസ് സഖാക്കൾ ഇന്ത്യയിൽ 2000 കോടി അമേരിക്കൻ ഡോളർ, അതായത് 1,21,000 കോടി ഇന്ത്യൻ രൂപയുടെ നിക്ഷേപം നടത്താൻ പോകുന്നു എന്ന വാർത്ത ദേശാഭിമാനി അടക്കം കോരിത്തരിപ്പോടെ റിപ്പോർട്ട് ചെയ്തു. അഹമ്മദാബാദിലും ഡൽഹിയിലും ചർച്ചകൾ പൊടിപാറുമ്പോൾ നാം നമ്മുടേതെന്നും അവരവരുടേതെന്നും പറയുന്ന ലഡാക്കിൽ ചൈനീസ് സഖാക്കൾ നുഴഞ്ഞുകയറ്റം തുടർന്നു. അതിർത്തി പ്രശ്നം ഉടൻ ഒത്തീർപ്പാക്കണമെന്ന് മോഡി സാർ ചൈനീസ് പ്രസിഡന്റിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു പോലും. ഹിന്ദി ചീനി ഭായി വിളിച്ച് സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിനെ കുളിപ്പിച്ച് കിടത്തിയവരാണ് ചൈനീസ് സഖാക്കൾ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് നരേന്ദ്രമോദിക്ക് ഒരു ചുക്കും അറിയില്ല. 9 സംസ്ഥാനങ്ങളിലായി 3 ലോക്സഭാ സീറ്റിലേക്കും 33 നിയമസഭാ സീറ്റിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ലോക്സഭാ മണ്ഡലങ്ങളിൽ അട്ടിമറിയൊന്നും നടന്നില്ല. എന്നാൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് അസാരം നഷ്ടം സംഭവിച്ചു. ഉത്തർപ്രദേശിൽ 7 സിറ്റിംഗ് സീറ്റുകൾ സമാജ്വാദി പാർട്ടി പിടിച്ചെടുത്തു. രാജസ്ഥാനിലും ഗുജറാത്തിലും 3 സീറ്റുകൾ വീതം കോൺഗ്രസും കൈക്കലാക്കി. BJPക്ക് വമ്പിച്ച തിരിച്ചടി. നരേന്ദ്രമോദിയുടെ ആപ്പീസ് പൂട്ടി
വർഗീയതയ്ക്കും ഭരണപരാജയത്തിനുമെതിരായ വിധിയെഴുത്ത് എന്നൊക്കെ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു. താമര വാടുന്നു, ഇതൾ പൊഴിയുന്നു, തണ്ടൊടിയുന്നു എന്നൊക്കെ ഓരോരുത്തർ ഭാവനക്കൊത്ത വിധം തലക്കെട്ടുകളും ചമച്ചു. ഹിന്ദുത്വ ശക്തികളുടെ ഫാസിസ്റ്റ് അജണ്ടയ്ക്കേറ്റ കനത്ത പ്രഹരത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് മാധ്യമവും തേജസ്സും സിറാജും ചന്ദ്രികയും അന്നക്കന്ന് എഡിറ്റോറിയൽ എഴുതി. സിൻഡിക്കേറ്റ് പത്രങ്ങൾ അല്പം കൂടി സംയമനം പാലിച്ചു. സർക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന് ഗുണദോഷിച്ചുകൊണ്ട് പിറ്റേ ദിവസം അനുകരണീയമായ ശൈലിയിൽ അവരും മുഖപ്രസംഗങ്ങൾ അടിച്ചുവിട്ടു. ബഹുജൻ സമാജ് പാർട്ടി ഉപതെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതുകൊണ്ടാണ് സമാജ്വാദി പാർട്ടിക്ക് യു-പിയിൽ 7 സീറ്റ് ജയിക്കാൻ കഴിഞ്ഞത്. എന്നിരിക്കലും ഈ വമ്പിച്ച വിജയം മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് വിനയ പുരസ്സരം ഏറ്റുവാങ്ങി. വർഗീയതക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ ജനവിധിയെന്ന് അഭിപ്രായപ്പെട്ടു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ജയിക്കാൻ സമാജ്വാദി പാർട്ടി തയ്യാറാണ്. മായാവതിക്ക് സൽബുദ്ധി തോന്നണം, BSP അതും ബഹിഷ്കരിക്കണം എന്ന് മാത്രം. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഹരിയാനയിലും NCPയുമായി ചേർന്ന് ഭരിക്കുന്ന മഹാരാഷ്ട്രയിലും അടുത്ത മാസം 15-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഹരിയാനയിൽ BJP ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ പതിവ് പോലെ ശിവസേനയുമായി മുന്നണി ഉണ്ടാക്കി മത്സരിക്കും. മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന പക്ഷം മുഖ്യമന്ത്രിയായിരിക്കാൻ വിരോധമില്ല എന്ന് സേനാ തലവൻ ഉദ്ധവ് താക്കറെ വ്യക്തമാക്കി. ആ കസേര കണ്ട് പനിക്കണ്ട എന്ന് BJPക്കാർ തിരിച്ചടിച്ചു. സീറ്റ് വിഭജനത്തെ ചൊല്ലി തർക്കമുണ്ടായി. ഇരു പാർട്ടികൾക്കും 135 സീറ്റ് എന്ന BJPയുടെ നിർദ്ദേശം താക്കറെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. കൂടുതൽ സീറ്റ് ശിവസേനയ്ക്ക് കിട്ടണം എന്ന് ശഠിച്ചു. BJPയും ശിവസേനയും വഴിപിരിയലിൻ്റെ വക്കിൽ എന്ന് മാധ്യമ സിൻഡിക്കേറ്റുകാർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അപ്പോഴേക്കും 9 സംസ്ഥാനങ്ങളിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി. തെരഞ്ഞെടുപ്പ് ഫലത്തെ കോൺഗ്രസിനേക്കാളും മുസ്ലിം ലീഗിനേക്കാളും ആവേശത്തോടെ സ്വാഗതം ചെയ്തത് ശിവസേനയായിരുന്നു. കോൺഗ്രസും NCPയും കൂടി തളികയിൽ വെച്ച് നീട്ടുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദവിനു വേണ്ടി BJPയും ശിവസേനയും തമ്മിൽ നടക്കുന്ന മൽപ്പിടുത്തത്തെക്കുറിച്ച് ഹിന്ദു പത്രം കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. കാർട്ടൂണിസ്റ്റുകൾ കൂട്ടിയാൽ ഇത്രയൊക്കെ കൂടുകയുള്ളൂ. ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിൻ്റെ പിറ്റേ ദിവസം ഹിന്ദു ഹൃദയ സമ്രാട്ടും വികസന നായകനുമായ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി 64-ാം ജന്മദിനം ആഘോഷിച്ചു. അഹമ്മദാബാദിൽ അമ്മയോടൊപ്പം വളരെ ലളിതമായിട്ടാണ് പിറന്നാൾ കൊണ്ടാടിയത്. പാർട്ടി പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തും നേതാവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഉദ്ദേശിച്ചുവെങ്കിലും മോഡി സാർ അവരെ വിലക്കി. ആഘോഷത്തിന് ചെലവിടാൻ ഉദ്ദേശിച്ച സംഖ്യ ജമ്മു കാശ്മീർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. മകൻ്റെ ആഹ്വാനപ്രകാരം മോഡിയുടെ അമ്മ 5000 രൂപ സംഭാവന നൽകുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെയും അമ്മയുടെയും ഹൃദയ വിശാലത കണ്ട് ഹുറിയത്ത് കോൺഫറൻസുകാർ പോലും കോരിധരിച്ചു. മഹാനായ നേതാവിൻ്റെ മഹത്തായ മാതൃക പിന്തുടർന്ന് BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ ഉജ്ജയിൻ സർവകലാശാല വൈസ് ചാൻസലർ ആഹ്വാനം ചെയ്തു. VCയുടെ അധിക പ്രസംഗം കേട്ട് സ്ഥലത്തെ വിശ്വ ഹിന്ദു പരിഷത്തുകാരും ബജരംഗ് ദളുകാരും ആവേശഭരിതരായി അവരുടെ സംഭാവന കൈയോടെ ഏൽപ്പിച്ചു. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ VCക്ക് തോന്നേണ്ടത് തോന്നിക്കാണും. താൻ പ്രധാനമന്ത്രിയല്ല, വെറും വൈസ് ചാൻസലർ മാത്രമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കാശ്മീരിൻ്റെ കണ്ണീരൊപ്പാൻ ജമാഅത്തെ ഇസ്ലാമി പിരിവ് തുടങ്ങിയ കാര്യം കഴിഞ്ഞ ആഴ്ച ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു. പോപ്പുലർ ഫ്രണ്ടുകാരും കാന്തപുരം ഗ്രൂപ്പുകാരായ സുന്നികളും അതേ പാത പിന്തുടർന്നു. കാശ്മീരിനെ സഹായിക്കുമെന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. പിരിവ് പ്രത്യേകം നടത്തുന്നില്ല. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ കൊടുക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഈ വാഗ്ദാനം പാലിച്ചോ ഇല്ലയോ എന്നറിയാൻ ഏതെങ്കിലും കുബുദ്ധികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ സംഗതി കുഴയും. കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ചന്ദ്രികയിലും വർത്തമാനത്തിലും പരസ്യം കൊടുത്ത കാര്യം കഴിഞ്ഞ ആഴ്ച ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു. ഈ ആഴ്ച നരേന്ദ്രമോദിയുടെയും നജ്മ ഹെപ്തുള്ളയുടെയും പടം സഹിതം ദേശാഭിമാനിയിൽ മറ്റൊരു പരസ്യം പ്രസിദ്ധീകരിച്ചു. ഇതോടെ കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂനപക്ഷ സ്നേഹത്തെക്കുറിച്ച് മാർക്സിസ്റ്റുകാർക്കുള്ള തെറ്റിദ്ധാരണ നീങ്ങിക്കാണും എന്നാണ് പ്രതീക്ഷ. പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി അനുവദിച്ച ആദ്യത്തെ അഭിമുഖം CNN ചാനലിൻ്റെ ഫരീദ് സക്കറിയക്കായിരുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങൾ രാജ്യസ്നേഹമുള്ളവരാണെന്നും അൽ ഖ്വയ്ദയുടെ പരിപ്പ് ഇവിടെ വേവാൻ പോകുന്നില്ലെന്നും മോഡി സാർ ആവർത്തിച്ചു പറഞ്ഞു. ഇതോടെ മുസ്ലിമീങ്ങളുടെ മൊത്തം തെറ്റിദ്ധാരണയെ നീങ്ങിക്കാണും. ഹം പാഞ്ച് ഹമാര 50 എന്നതൊക്കെ ഒരു പച്ച തമാശയായി കണക്കാക്കിയാൽ മതി. പശ്ചിമ ബംഗാൾ നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഡ്രസ്സ് പോയി. ചൗരംഗി സീറ്റ് തൃണമൂൽ കോൺഗ്രസ് നിലനിർത്തി അവിടെ BJP 2ാം സ്ഥാനത്തായി. സോണിയ കോൺഗ്രസിനും BJPക്കും പിന്നിൽ CPM സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്തായി. സഖാവിൻ്റെ കെട്ടിവച്ച കാശ് നഷ്ടപ്പെട്ടു. CPMൻ്റെ സിറ്റിംഗ് സീറ്റായ ബസീർഘട്ടിൽ BJP ജയിച്ചു. അവിടെ തൃണമൂൽ കോൺഗ്രസിനും പിന്നിൽ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായി. കേരളം ഞങ്ങൾ ബംഗാളാക്കും എന്ന് ഒരു കാലത്ത് സഖാക്കൾ മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഇനി ആ മുദ്രാവാക്യം BJPക്കാർ വിളിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പശ്ചിമ ബംഗാൾ ആവർത്തിച്ചു. അതിവിപ്ലവകാരി വിദ്യാർത്ഥി സംഘടന ഐസ ഭരണം നിലനിർത്തി. SFIക്ക് കഴിഞ്ഞ തവണത്തെ അത്ര പരാജയമുണ്ടായില്ല എന്ന് മാത്രം. തൊട്ടടുത്ത ഡൽഹി സർവകലാശാലയിൽ ABVP വിജയിച്ചു. 18 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഹിന്ദുത്വവാദികൾ ഡൽഹി പിടിക്കുന്നത്.
യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കനിക ഷെഖാവത്ത് പ്രമുഖ മോഡൽ നൗഹീദ് സൈറസിൻ്റെ പടം വച്ച ഫ്ലക്സ് ബോർഡുകളാണ് പ്രചരണത്തിന് ഉപയോഗിച്ചതെന്ന് പിന്നീട് തെളിഞ്ഞു. MT രമേശ്, ഷാരൂഖ് ഖാൻ്റെയും ശോഭ സുരേന്ദ്രൻ, ഐശ്വര്യ റോയുടെയും പടം വെച്ച് ഫ്ലക്സ് അടിക്കുന്ന പക്ഷം കേരള നിയമസഭയിലും BJPക്ക് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. തോറ്റ MP മാരോട് യാതൊരു കരുണയുമില്ലാതെയാണ് മോഡി സർക്കാർ പെരുമാറുന്നത്. അജിത് സിംഗും മുഹമ്മദ് അസറുദ്ദീനും അടക്കം തോറ്റിട്ടും ഒഴിയാത്തവരുടെ ക്വാർട്ടേഴ്സിലേക്കുള്ള വാട്ടർ കണക്ഷനും വൈദ്യുതിയും വിച്ഛേദിച്ചു. താൻ താമസിക്കുന്ന സർക്കാർ വസതി അച്ഛനും മുൻ പ്രധാനമന്ത്രിയുമായ ചരൺ സിംഗിൻ്റെ സ്മാരകമാക്കണം എന്ന് അജിത് സിംഗ് അഭ്യർത്ഥിച്ചെങ്കിലും മോഡി മൈൻഡ് ചെയ്തില്ല. പോലീസിനെ ഉപയോഗിച്ച് പ്രവർത്തകരെ തല്ലിക്കുക വരെ ഉണ്ടായി. പച്ചപ്ലാവിലെ വീഴുമ്പോൾ പഴുത്ത പ്ലാവിലെ ചിരിക്കും. അത് ലോക സ്വഭാവമാണ്. സ്വന്തക്കാരെയും ബന്ധുക്കളെയും പരിചയക്കാരെയും ഒക്കെ ജഡ്ജിമാരായി നിയമിക്കാൻ ജുഡീഷ്യറിക്കുള്ള സ്വാതന്ത്ര്യത്തിൽ തൊട്ടുകളിക്കാൻ ഒറ്റ ഒരുത്തനെയും അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് RM ലോധ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിനോട് കലിപ്പുള്ള സകല പത്രങ്ങളും ലോധയുടെ സിംഹഗർജനം വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. ഈ മാസം 27-ാം തീയതി അദ്ദേഹം സുപ്രീം കോടതിയുടെ പടിയിറങ്ങും. പിന്നാലെ 121-ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വരും. അതോടെ ജഡ്ജിമാരുടെ പത്തി താഴും. സിംഹഗർജനം വെറും മോങ്ങലായി മാറും. മുൻ ചീഫ് ജസ്റ്റിസ് സദാശിവത്തെ കേരള ഗവർണറാക്കിയതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ കെട്ടടങ്ങിയ മട്ടാണ്. തന്നെ ഹിസ് എക്സലൻസി എന്ന് വിശേഷിപ്പിക്കേണ്ട, വെറുതെ ഗവർണർജി എന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് സദാശിവം എളിമ തെളിയിച്ചു. കണ്ടിട്ടില്ല നാം ഈ വിധം മലർ ചെണ്ടുപോലുള്ള മനസ്സ്. അതിനിടെ സദാശിവത്തെ ഗവർണറാക്കിയതിനെ സർവാത്മന പ്രശംസിച്ചുകൊണ്ട് ഡോക്ടർ D ബാബു പോൾ മാധ്യമം പത്രത്തിൽ മധ്യരേഖ എഴുതി. സുമുഖനും സുന്ദരനും ഭരണഘടനാ പാരംഗതനുമായ ഒരു ഗവർണറെ സമ്മാനിച്ചതിന് കേരളീയർ കേന്ദ്രത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഡോക്ടറുടെ തീസിസ്. കേരള സംസ്ഥാനത്ത് ഏറ്റവും അധികം കുസൃതിക്കാരുള്ളത് കുന്നത്തുനാട് താലൂക്കിലാണെന്ന് വാരാന്ത്യം വെറുതെയല്ല പറയുന്നു. ഇറാഖിലെയും സിറിയയിലെയും കാര്യങ്ങൾ പഴയ പോലെ തുടരുന്നു. 2 അമേരിക്കൻ പത്രപ്രവർത്തകരുടെ എന്ന പോലെ ഒരു ബ്രിട്ടീഷ് സന്നദ്ധ പ്രവർത്തകൻ്റെയും കഴുത്തറക്കുന്ന ദൃശ്യങ്ങൾ സുന്നി പോരാളികൾ പുറത്തുവിട്ടു. കസ്റ്റഡിയിൽ കഴിയുന്ന മറ്റൊരു ബ്രിട്ടീഷ് ഫോട്ടോ ജേർണലിസ്റ്റിൻ്റെ ഓറഞ്ച് കുപ്പായം അണിഞ്ഞ ചിത്രവും പിന്നാലെ പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ തല ഇപ്പോഴും ഉടലിൽ തന്നെ ഉണ്ട് എന്നാണ് വിശ്വാസം. അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇറാഖിൽ ചാക്ക് കണക്കിന് ബോംബ് കൊണ്ടുവന്നിടാൻ തുടങ്ങി. എന്നാൽ സുന്നികൾക്ക് ഒരു കുലുക്കവുമില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയെ തട്ടിക്കളയും എന്നാണ് അവരുടെ ഭീഷണി. ഇറാഖിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനവും മതപീഡനവും മാർപ്പാപ്പയ്ക്കെതിരായ വധഭീഷണിയും കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാരെ ഖിന്നരാക്കി. പെരുന്തോട്ടം പിതാവ് നല്ലൊരു ലേഖനം എഴുതി ദീപിക പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. പൗവത്തിൽ പിതാവും ക്ലിമ്മിസ് പിതാവും ഇതുപോലെ ഓരോ ലേഖനങ്ങൾ കൂടി എഴുതിയാൽ ഇറാഖിലെ ക്രിസ്ത്യാനികൾക്ക് അല്പം ആശ്വാസം ലഭിക്കും. ഇറാഖിലും സിറിയയിലും ജിഹാദിന് പോകുന്ന ഇന്ത്യക്കാരെക്കുറിച്ചാണ് നമ്മുടെ തമ്പിച്ചായൻ്റെ ദ വീക്കിൻ്റെ കവർ സ്റ്റോറി. വിദ്യാവിഹീനരോ ദരിദ്രരോ അല്ല ജിഹാദിന് പോകുന്ന ചെറുബാല്യക്കാർ എന്ന് വീക്ക് പറയുന്നു. തമ്പിച്ചായനും വീക്കിനുമെതിരെ മതമൗലികവാദികൾ ജിഹാദ് വിളിക്കുമോ എന്നാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. സൂര്യൻ അസ്തമിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യം വലിയൊരു പിളർപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. സ്വാതന്ത്ര്യം വേണ്ട, ഇപ്പോഴുള്ള പോലെ കഴിഞ്ഞാൽ മതിയെന്ന് സ്കോട്ട്ലൻഡ് തീരുമാനിച്ചു. വിഘടനവാദികൾക്ക് ജനഹിത പരിശോധനയിൽ വെറും 45% വോട്ടേ കിട്ടിയുള്ളൂ. സ്കോട്ടിഷ് പ്രധാനമന്ത്രിയാകാൻ കോട്ട് തയ്പ്പിച്ച അലക്സ് സാൽമണ്ട് ഇതോടെ ബ്ലീച്ചടിച്ചു. തെക്കൻ കൊറിയയിലെ ഇഞ്ചിയോണിൽ 17-ാം ഏഷ്യൻ ഗെയിംസിന് യമനിക ഉയർന്നു. ഒളിമ്പിക്സിൽ 3 ചാട്ടവും ഫൗളായ രഞ്ജിത്ത് മഹേശ്വരി അടക്കം 10-600 പേർ ഇന്ത്യയിൽ നിന്നും ഇഞ്ചിയോണിലേക്ക് പോയിട്ടുണ്ട്. അധികം പേരും നാട് കാണാനാണ് പോയിട്ടുള്ളത്. ലോങ് ജമ്പും ഹൈ ജമ്പും തമ്മിൽ തിരിച്ചറിയാത്ത നമ്മുടെ സ്പോർട്സ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇഞ്ചിയോണിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. പണം തിരിച്ചു വാങ്ങി മാണി സാറിനെ ഏൽപ്പിച്ചു. കൊറിയക്കാർ തിരുവഞ്ചൂരിനെ വല്ലാതെ മിസ് ചെയ്യും എന്നുറപ്പാണ്. മുൻകാല വോളിബോൾ താരം ഉദയകുമാറിൻ്റെ മരണവാർത്ത കേട്ടുകൊണ്ടാണ് വാരം പൊലിയുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റനും അർജുന അവാർഡ് ജേതാവുമായിരുന്ന അദ്ദേഹം ഏഷ്യൻ ഗെയിംസിൽ വോട്ട് മെഡൽ നേടിയ ടീമിൽ അംഗവുമായിരുന്നു. ഉദയകുമാറിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു. ഏഷ്യൻ ഗെയിംസിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.